പ്രിയമുള്ളവരെ, ഈ ഒരു ഉദ്ഘാടനം സൗഖ്യം സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ഹോം കരുവാരക്കുണ്ട് പുന്നക്കാട് വളവിൽ, നമ്മുടെ പുൽവട്ട റോഡിൻ്റെ വളവിൽ ഉദ്ഘാടന കർമ്മം ഇന്ന് കഴിഞ്ഞു. രോഗം ഏതുമാകട്ടെ മരുന്നോ പാർശ്വഫലങ്ങളോ ഇല്ലാത്ത ചികിത്സാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ഇനി കരുവാരക്കുണ്ടിലും അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്നലെ നമ്മുടെ പുന്നക്കാട് വെച്ച് നടന്നു. അക്യുപഞ്ചർ മാസ്റ്റർ ഷുഹൈബ് റിയാലു ആണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബാസിം ശാന്തപുരം, അതുപോലെ തന്നെ എനിക്ക് അബ്ദുറഹ്മാൻ സാഹിബ്, ജസീറ VP, ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ്. ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ്, അതുപോലെ തന്നെ ആ ഒരു ക്ലാസിൻ്റെ അല്പഭാഗവും. പ്രിയമുള്ളവരെ, ഇന്നിവിടെ സൗഖ്യം അക്യുപഞ്ചർ ഹോം കരുവാരക്കുണ്ട് പുന്നക്കാട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ മരുന്ന് കഴിച്ച് പ്രയാസപ്പെടുന്ന ഒട്ടേറെ പേരുണ്ട്. അവർക്ക് മരുന്ന് ഒഴിവാക്കി ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, രോഗം പരിപൂർണമായി സുഖപ്പെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, മരുന്നില്ലാതെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട്, ആഹാരത്തിൽ കാര്യമായ പഥ്യമൊന്നുമില്ലാതെ, പ്രമേഹ രോഗിക്ക് മധുരം കഴിച്ചുകൊണ്ടും, പ്രഷർ രോഗിക്ക് പൊരിച്ചതും അതുപോലെ ഇറച്ചി മാംസങ്ങളും കഴിച്ചുകൊണ്ടും, ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതിനൊക്കെ നിർദ്ദേശിക്കപ്പെടുന്ന പഥ്യങ്ങൾ ഇല്ലാതെ തന്നെ രോഗം സുഖപ്പെടാനുള്ള സൗഭാഗ്യം അക്യുപങ്ക്ചറിനുണ്ട്. അതുകൊണ്ട് എന്നെ സംശയിക്കുന്ന ഓരോ ആളും എനിക്ക് പറയാനുള്ളത്, മരുന്നില്ലാത്ത ഈ ഒരു ചികിത്സ ഉപയോഗപ്പെടുത്തൂ. മരുന്ന് ഉപയോഗത്തിലുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായി സുരക്ഷിതരാകാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. സൗകര്യങ്ങളുള്ള ചികിത്സാ കേന്ദ്രം, ഏറ്റവും കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സാ കേന്ദ്രം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് കേരളത്തിലെ പ്രത്യേകത. അപ്പോൾ ഇത്രയും അധികം മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സാ കേന്ദ്രം എന്തുകൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ, എന്താ ഉത്തരം പറയാമെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ അഭിമാനത്തോടെ പറയും മറ്റെവിടെയും ഇല്ലാത്ത ചികിത്സാ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പത്രവാർത്ത വന്നു, ഒരു സ്ത്രീ കണ്ണൂരിൽ നിന്ന് പ്രസവിച്ച കുട്ടി മരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച അമ്മയും മരിച്ചു. അങ്ങനെ ദിനേന നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ മരണം അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനെ ദിനേന നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ മരണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ, ഒരു 50 കൊല്ലം മുമ്പേ നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ ഡയാലിസിസ് സെൻറ്റർ എന്നുള്ള സാധനം ഉണ്ടാവില്ല. ഡയാലിസിസ് സെൻറ്റർ, ഇവിടെ ഡയാലിസിസ് സെൻറ്റർ ഉണ്ടോ? കരുവാരക്കുണ്ട് ഉണ്ടോ ഡയാലിസിസ് സെൻറ്റർ? ഇല്ലേ? ആ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? കരുവാരക്കുണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങാൻ പോവാണ്. അല്ല, കരുവാരക്കുണ്ട് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാൻ പോവാണ്. പക്ഷേ ഒരു കണക്ക് പ്രകാരം പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലയിലും, ഏതാണ്ട് എല്ലാ താലൂക്കിലും, ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലും ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. ഇപ്പോൾ കരുവാരക്കുണ്ടില്ല എന്നുള്ളൊരു പുതിയ വാർത്തയാണ് എന്നെ സംബന്ധിച്ച്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 3 മാസം മുമ്പേ ഒരു പ്രസ്താവന പറയാണ്, നമ്മളെ കേരളം എത്രത്തോളം പുരോഗമിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ പഞ്ചായത്തിലും എത്തിയിരിക്കുകയാണ്. എന്നെ അവരെ ദൂരത്ത് പറഞ്ഞേക്കാതെ അവരെ വീടിൻ്റെ അടുത്ത് തന്നെ ആ ഡയാലിസിസ് സെൻ്റർ വേണം. ഇതല്ലേ സെൻറ്റർ തുടങ്ങേണ്ട ആവശ്യം. ഇങ്ങനെ ഡയാലിസിസ് സെൻറ്ററിൽ പോകുന്ന നമ്മളെ ആൾക്കാരെ കണക്കെടുത്ത് നോക്കിയാൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒന്നും കൂടി പരിശോധിക്കുകയാണെങ്കിൽ, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണ് സാവധാനമായി ഡയാലിസിസ് സെൻറ്ററിലേക്ക് എത്തിപ്പെടുന്നത്, അഥവാ കിഡ്നി തകരാറിലാവുന്നത്. കൃത്യമായി കണക്ക് പറയുമ്പോൾ ഡയാലിസിസ് സെൻറ്ററിൽ കിഡ്നിക്ക് തകരാറ് വന്ന ആളുകളിൽ 70% പ്രമേഹത്തിന് മരുന്ന് കഴിച്ചവരാണ്. ഈ കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം കേരള കൗമുദി വേറെ കണക്ക് പുറത്തുവിടുന്നതെന്നറിയോ? 3.5 കോടി മലയാളികൾ 1.5 കോടി പ്രമേഹ രോഗികളാണത്രേ. ഇത് കേരളത്തിലൊരു നേട്ടമായിട്ടാണ് വാർത്ത വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും മരുന്ന് കച്ചവടം ഇവിടെ ഉണ്ടാകും. അപ്പോൾ ചികിത്സ എന്നുള്ളത് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം. ഇപ്പോൾ ഈ 3.5 കോടി മലയാളികളിൽ 1.5 കോടി പ്രമേഹ രോഗികളാണെന്ന് പറയുമ്പോൾ, ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ 1.5 കോടി കിഡ്നി ഫെയിലിയർ രോഗികളായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കിഡ്നി ഫെയിലിയർ രോഗികളുടെ എണ്ണം അങ്ങനെ ക്രമമായി വർദ്ധിക്കുന്ന നമ്മുടെ കേരളത്തിൽ കിഡ്നി ഫെയിലിയർ രോഗികളെ അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന ഒരു ചർച്ചയോ ചിന്തയോ പ്രബുദ്ധ സാക്ഷര കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളെ അടയാളമായി നമ്മൾ പറയുന്നതെങ്കിൽ മാനക്കേടും നാണക്കേടും തന്നെയാണ്. തീർച്ചയായും ഇത് അറിവിൻ്റെ അടയാളമല്ല, അറിവില്ലായ്മയുടെ അടയാളമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസം കഴിയുന്തോറും കേരളക്കരയിൽ ഡയാലിസിസ് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം
കുറ്റിപ്പുറം MLA ആബിദ് ഹുസൈൻ തങ്ങൾ നമ്മളെ അസോസിയേഷൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന് മുമ്പേ അദ്ദേഹം കുറേ ചോദ്യം ചോദിച്ചു. പ്രധാനപ്പെട്ട ചോദ്യം മരുന്നില്ലാതെ രോഗം മാറുമോ? ഭാഗ്യത്തിന് അയാളെ ബന്ധുക്കൾപ്പെട്ട ഒട്ടേറെ പേര് നമ്മളെ ചികിത്സ സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അവരോട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ മരുന്നില്ലാതെ രോഗം മാറുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നെ ഇതെങ്ങനെയാണ് മാറുക? ഇപ്പം നിങ്ങൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അക്യുപഞ്ചർ ചികിത്സ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിൽ കാണാത്ത ഒരു സമീപനമാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾ ചികിത്സയ്ക്ക് വന്നാൽ മതി. ഇതാണ് ആദ്യം പറയാൻ പോകുന്നത്. കാരണം മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകുന്നതാണ് സയൻസ് പറഞ്ഞത്, ക്യാൻസർ വരുന്ന സയൻസ് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രമേഹത്തിനായാലും തൈറോയിഡിനായാലും ശ്വാസമുട്ടിനായാലും സന്ധിവേദനക്കായാലും ചർമ്മരോഗത്തിനായാലും ദഹന സംബന്ധമായ രോഗത്തിനാൽ പോലും കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് കിഡ്നി ഫെയിലായ സംഭവങ്ങളും ക്യാൻസർ ഉണ്ടായ സംഭവങ്ങളും കൊണ്ട് നിരോധിച്ച മരുന്നുകളുണ്ട്. ചികിത്സ ലഭ്യമായില്ല എന്നുള്ള ചോദ്യം ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇവിടെയാണ് ഡോക്ടർ ഫസലുർ റഹ്മാൻ സിദ്ദിഖ് ജമാൽ എന്ന പേരുള്ള 2 MBBS MD കഴിഞ്ഞ അലോപ്പതി ഡോക്ടർമാർ, അവർ അലോപ്പതി ഡോക്ടർമാരാണെങ്കിൽ പോലും അവരെ അനുഭവത്തിൽ മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നല്ലാതെ രോഗശമനം കാണുന്നില്ല. ഒരു പ്രമേഹ രോഗിക്ക് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ അയാളുടെ രോഗം മാറുന്നില്ല. സാവധാനം അയാളൊരു മഹാരോഗിയായി മാറും, മാറാരോഗിയായി മാറും, അവസാനം ഡയാലിസിലേക്ക് പോകും. ഇതാണ് അയാളുടെ പര്യവസാനം. ഇങ്ങനെ സംഭവിക്കുന്നത് ശരിയായ ചികിത്സയല്ലല്ലോ. രോഗം മാറുന്നില്ലല്ലോ, രോഗം മാറാതിരിക്കുന്ന എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഒരു പര്യവസാനം എന്നാണ് അദ്ദേഹം റിസർച്ചിൽ കണ്ടെത്തിയ ഒരു പുതിയ റിസർച്ചിന്റെ ഫലമാണ് സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ. വാസ്തവത്തിൽ അദ്ദേഹം ഒരു MBBS MD കഴിഞ്ഞ ഒരു ഡോക്ടറായിരുന്നു. ചെന്നൈ സാന്തോം സ്വദേശിയായ ചെന്നൈ തന്നെയുള്ള MGR മെഡിക്കൽ കോളേജിൽ അദ്ദേഹം MBBSും അത് കഴിഞ്ഞ് MD ഒക്കെ പാസ്സായതിനു ശേഷം തന്നെ അദ്ദേഹം കുറച്ചധികം കാലം അലോപ്പതി ചികിത്സ ചെയ്യുകയും പിന്നീട് അദ്ദേഹം റിസർച്ചിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു വലിയ അത്ഭുതമാണ് അക്യുപഞ്ചർ ചികിത്സ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചികിത്സകൻ നിങ്ങളെ ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞ് നാഡി പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സൂചി വെച്ച് എടുക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് സ്പർശനം ചെയ്തു വിടുന്നു. ഇതാണ് ചികിത്സ, ഇതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണാനില്ല. പ്രത്യക്ഷത്തിൽ ഒരു മരുന്നും കഴിച്ചിട്ടില്ല, ഒരു അപ്ലിക്കേഷൻ സംഭവിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ സ്റ്റിമുലേഷൻ. നമ്മുടെ ശരീരത്തിൽ 360 പരം അക്യുപഞ്ചർ പോയിന്റുകളുണ്ട്. ഈ അക്യുപഞ്ചർ പോയിന്റുകളിൽ രോഗം സുഖപ്പെടുത്താൻ കഴിയുന്ന പോയിന്റുകൾ അത് കൃത്യമായി ഡയഗ്നോസിസിൽ കണ്ടെത്തി രോഗിയുടെ വൈവിധ്യങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി വിലയിരുത്തി ആ രോഗി അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് കൃത്യമായ പരിഹാരം ഈ ചികിത്സയുടെ സാധിക്കുന്നു എന്ന് ഡോക്ടർ ഫസലുർ റഹ്മാൻ സിദ്ദിഖ് ജമാലും കണ്ടെത്തിയ ശേഷമാണ് അവർ തമിഴ്നാട്ടിൽ ഈ ഒരു അക്യുപങ്ക്ചറിൻ്റെ പ്രയാണം ആരംഭിച്ചത്.